നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റിയാദ് സീസൺ കപ്പിൽ ഇന്ന് അൽ ഹിലാലും ഇന്റർ മയാമിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. സൗദി അറേബ്യയിലെ ഇപ്പോൾ പ്രോ ലീഗിൽ 1-ാം സ്ഥാനത്തുള്ള ക്ലബ്ബാണ് അൽ ഹിലാൽ. എന്നാൽ അവരുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിച്ച രണ്ട് മുഖാമുഖങ്ങളുണ്ട്. ഒന്ന് മെസ്സിയും നെയ്മർ ജൂനിയറും, അല്ലെങ്കിൽ മെസ്സിയും സുവാരസും ഒരു ഭാഗത്ത്, മറുഭാഗത്ത് നെയ്മർ ജൂനിയർ. അതുണ്ടാവില്ല. നെയ്മർ ജൂനിയർക്ക് പരിക്കേറ്റ് പുറത്ത്. മറ്റൊന്ന് അലി അൽ ബുലൈഹിയും ലിയോ മെസ്സിയും നേർക്ക് നേർ. ഓർമ്മയില്ലേ 2022 വേൾഡ് കപ്പിൽ അർജന്റീനയുടെ ആദ്യ മത്സരം സൗദി അറേബ്യക്കെതിരെയായിരുന്നു ആ കളി. അന്ന് അർജന്റീന പരാജയപ്പെട്ടു. പക്ഷെ പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ കിരീടത്തിലേക്ക് അർജന്റീന പോയതും ചരിത്രമാണ്. ആ കളിയിൽ സൗദി അറേബ്യ വേഴ്സസ് അർജന്റീന മത്സരത്തിൽ ലിയോ മെസ്സിയുമായിട്ട് കോർത്ത ഒരാളുണ്ട്. അതെ, അലി അൽ ബുലൈഹി. അദ്ദേഹം അൽ ഹിലാലിന്റെ താരമാണ്. അലി അൽ ബുലൈഹി അന്ന് ലിയോ മെസ്സിയോട് പറഞ്ഞത് നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല എന്നതായിരുന്നു എന്ന് തൊട്ടടുത്ത ദിവസം തന്നെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് വിശദമായിട്ട് അലി അൽ ബുലൈഹി അതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. താൻ അറബിയിലാണ് മെസ്സിയോട് സംസാരിച്ചതെന്നും അന്ന് മെസ്സിയോട് പറഞ്ഞത്, ഞങ്ങൾ ബഹുമാനിക്കാത്തിടത്തോളം കാലം നിങ്ങൾ 2 or 3 തവണ ഞങ്ങളുമായിട്ട് ഏറ്റുമുട്ടിയാലും വിജയിക്കാൻ പോകുന്നില്ല എന്നാണ് താൻ പറഞ്ഞതെന്നും ആംഗേൽ ഡി മരിയയും മറ്റൊരു അർജന്റീൻ താരവും തൻ്റെ നേരെ വരുന്നത് കണ്ട് അവിടെ നിന്ന് അങ്ങ് താൻ മാറിപ്പോവുകയാണ് ചെയ്തത് എന്നും അലി അൽ ബുലൈഹി പറഞ്ഞിരുന്നു. അങ്ങനെ മെസ്സിയുമായിട്ട് കോർത്ത അലി അൽ ബുലൈഹി അത് അവിടെ നിർത്തിയില്ല. അദ്ദേഹം ക്രിസ്ത്യാനോയുമായിട്ട് സൗദി അറേബ്യൻ പ്രോ ലീഗിൽ കഴിഞ്ഞ അൽ ഹിലാൽ വേഴ്സസ് അൽ നസർ മത്സരത്തിൽ കോർക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അത് ആ രൂപത്തിലാണ് അദ്ദേഹം കാര്യങ്ങളെ കാണുന്നത്. എത്ര വലിയ താരങ്ങളാണെങ്കിലും കളിക്കളത്തിൽ എതിരാളികളായിട്ട് മാത്രമേ ബുലൈഹി കാണുന്നുള്ളൂ. ഇന്ന് അവർ വീണ്ടും ഏറ്റുമുട്ടും എന്ന് നമ്മൾ കരുതിയിരുന്നു റിയാദ് സീസൺ കപ്പിന്റെ പ്രഖ്യാപനം വന്നപ്പോൾ. പക്ഷേ ആ ഒരു പോരാട്ടവും നമുക്ക് കാണാൻ പറ്റില്ല. കാരണം സൗദി അറേബ്യൻ ദേശീയ ടീമിനോടൊപ്പമാണ് ഇപ്പോൾ അലി അൽ ബുലൈഹി ഉള്ളത്. അവർ AFC ഏഷ്യൻ കപ്പിന്റെ പ്രീ ക്വാർട്ടർ കളിക്കുന്നു. അതുകൊണ്ട് തന്നെ അലി അൽ ബുലൈഹിക്ക് ഇന്ന് മെസ്സി നേരിടാൻ കഴിയില്ല. അവർ തമ്മിൽ ഒരിക്കൽ കൂടി കളിക്കളത്തിൽ ഏറ്റുമുട്ടുന്ന സുന്ദരമായ മുഹൂർത്തം എന്തായാലും നമുക്ക് നഷ്ടമാവുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് എത്താം.